ഹായ് എവരിവൺ. കഴിഞ്ഞ പാർട്ടായിട്ട് നമ്മൾ ബിസിനസ് രീതിയെക്കുറിച്ച് സംസാരിച്ചു. പാർട്ണർഷിപ്പ്, പ്രൊപ്പറേറ്റർഷിപ്പ് എന്നീ ബിസിനസ് രീതിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി അതിനപ്പുറം കുറച്ചുകൂടെ ഓർഗനൈസ് ആയിട്ട് ചെയ്യാനുള്ളവർക്കുള്ള ഒരു രീതിയാണ് LLP രജിസ്ട്രേഷൻ. ഇന്ന് നമുക്ക് എന്താണ് LLP, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പോലുള്ള പ്രൊഫഷണലും എന്നാൽ ഒരു പാർട്ണർഷിപ്പ് കമ്പനിയുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ള രണ്ടും കൂടെ ചേർന്ന ഒരു രീതിയാണ് LLP രജിസ്ട്രേഷൻ ഉള്ളത്. പാർട്ണർഷിപ്പ് കമ്പനിയേക്കാൾ കൂടുതൽ സേഫും അതേപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയേക്കാൾ കംപ്ലൈൻറ്റ്സ് കുറവുള്ള ഒരു രീതിയാണ് LLP എന്നത്. കൺഫ്യൂഷൻ വേണ്ട, വിശദമായി പറയാം. ഒരു ബിസിനസ് ലോസ് ആകുകയോ അല്ലെങ്കിൽ നമ്മളൊരു കടമെടുത്തു, ആ ബിസിനസ്സിൽ കടമെടുത്ത് അടക്കാതെ വരികയാണെങ്കിൽ സാധാരണ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പിന് ആ വ്യക്തികൾക്കാണ് അതിന്റെ ബാധ്യത വരിക. എന്നാൽ ഇവിടെയാണെങ്കിൽ ആ കമ്പനിക്കാണ് ആ ബാധ്യത വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു, ഒരു ബിസിനസ്സിനായിട്ട് ചെയ്തു. ഉദാഹരണമാണ്. ലാസ്റ്റ് കമ്പനി അങ്ങ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ ആ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ലോൺ അടയ്ക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ സാധാരണ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിന്റെ ബാധ്യത നമ്മൾക്ക് തന്നെ ആയിരിക്കും ഉണ്ടാകുക. അതായത് ബാങ്ക് നമ്മുടെ പേഴ്സണൽ ആയുള്ള ഇപ്പൊ കാറോ വീടോ എന്നതുകൊണ്ട് നമുക്കത് അവര് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ കമ്പനിയാണ് അതിന്റെ ഉത്തരവാദി, അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മുടെ വ്യക്തിപരമായുള്ള സ്വത്തിന് യാതൊരു നഷ്ടവും സംഭവിക്കില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത എടുത്തു പറയാനുള്ളത്. ഒരു LLP നമുക്ക് എപ്പോൾ തിരഞ്ഞെടുക്കണം? ഒരു പാർട്ണർഷിപ്പിന്റെ സിംപ്ലിസിറ്റിയും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പ്രൊട്ടക്ഷനും വേണമെങ്കിൽ നമുക്ക് LLP തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ റിസ്ക് ഷെയർ ചെയ്ത് നമുക്ക് ഒരു സ്കെയിലിംഗിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ രീതി നമുക്ക് തിരഞ്ഞെടുക്കാം. ഇനി LLP ചെയ്യാൻ എന്ത് വേണം? ഇത് ഒരു 100% ഓൺലൈൻ നടപടിയാണ്. അതിനായി കുറഞ്ഞത് 2 പാർട്ണറിലും വേണം. ഓരോ പാർട്ണർക്കും ഡിന് അതേപോലെ DSCയും ആവശ്യമാണ്. DSC എന്ന ഡിജിറ്റൽ സിഗ്നേച്ചർ. അതേപോലെ തന്നെ LLP നെയിം അപ്രൂവൽ, അതായത് ഇതേ ഒരു പേരുണ്ടെങ്കിൽ മറ്റൊരു കമ്പനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നെയിം അപ്രൂവൽ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ LLP എഗ്രിമെന്റ്, MCA പോർട്ടൽ രജിസ്ട്രേഷൻ, അതേപോലെ തന്നെ ഫയലിംഗ് എന്നിവ വേണം. അതിനായി പാർട്ണർമാരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ് പ്രൂഫ്, ഓഫീസിന്റെ അഡ്രസ് പ്രൂഫ് എന്നിവ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഒരു ഫോൺ നമ്പറും നമുക്ക് ആവശ്യമാണ്. LLP രജിസ്ട്രേഷൻ മുഴുവനും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന പോർട്ടൽ വഴിയാണ് നടക്കുന്നത്. പൂർണ്ണമായും ഓൺലൈനിലാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പ്രൊപ്പറേറ്റർഷിപ്പിൽ നമുക്ക് സാധാരണക്കാരന് ചെയ്യാൻ പറ്റും, പക്ഷെ ഇത് കൂടുതൽ ചടങ്ങുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരാൾക്ക് സാധാരണക്കാർക്ക് സ്വന്തമായി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാൽ ഇമിത്രം CSP പോലുള്ള പ്രൊഫഷണൽ ടീമിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ നടപടി പൂർത്തിയാക്കാൻ പറ്റുന്നതാണ്. LLP നെയിം റിസർവേഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, സ്റ്റാമ്പ് ഡ്യൂട്ടി, കൺസൾട്ടിംഗ് ചാർജ് എന്നിവ ഇതിന് വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞ പാർട്ണർഷിപ്പ് രജിസ്ട്രേഷനും LLPയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള ബിസിനസ്സുകാർക്ക് ഈ LLPയെക്കാളും സാധ്യത കൂടുതലുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു. ബൈ.